ഹായ് ഹലോ. നമ്മളിന്ന് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ RNAയുടെ ക്വിക്ക് റിവിഷനാണ്. RNA എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെ പോയിന്റുകൾ വേണം എന്നുള്ളതാണ് നമ്മൾ പറയണത്. ഓക്കെ, അപ്പോൾ RNA എന്ന് പറഞ്ഞാൽ എന്താ? RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡിനും നിർണായക പങ്കുണ്ട്. അതായത് RNAയും DNA ഏകദേശം ഒരേ ഇതാണ്. അപ്പോൾ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡിന് നിർണായക പങ്കുണ്ട്. RNA is another type of nucleic acid similar to DNA. They are also made up of nucleotides. ഇല്ലേ, നമ്മുടെ DNA എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ RNA എന്ന് പറയുന്നതും ന്യൂക്ലിയോടൈഡ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെ അതെ, RNA ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. RNAയിലെ ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാ? ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അഡെനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറ്റോസിൻ ഇവയാണ് 4 നൈട്രജൻ ബേസുകൾ. DNA വെച്ച് കമ്പയർ ചെയ്യണം കേട്ടോ. അഡെനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. മിക്ക RNAയ്ക്കും ഒരു ഇഴയാണുള്ളത്. നമ്മൾ DNAക്ക് 2 ഇഴ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ മിക്ക RNAയ്ക്കും ഒരു ഇഴയാണുള്ളത്. എന്താ നോക്കൂ, RNA is another type of nucleic acid similar to DNA. They are also made up of nucleotides. Each of the nucleotide contains a ribose sugar, a phosphate group, and a nitrogen base. The nitrogen bases in RNA are adenine, guanine, uracil, cytosine. Most of the RNAs have a single strand. Okay. ഇത് ഇതുപോലെ DNAയും RNAയും ഒരു ടേബിളിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓർക്കാനായിട്ട് എളുപ്പമുണ്ടാവും. 2 ഇഴകളാണ് DNAക്ക്. RNAക്ക് മോസ്റ്റ്ലി മിക്കവാറും ഒരു ഇഴയായിരിക്കും ഉണ്ടാവുക. പഞ്ചസാര ഡിയോക്സി റൈബോസും RNAയിൽ റൈബോസുമാണ്. നൈട്രജൻ ബേസിൽ ഏതൊക്കെയാ? അഡെനിനും തൈമിനും, ഗ്വാനിനും, സൈറ്റോസിനും. RNA ആകുമ്പോൾ അഡെനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, അപ്പം RNA കുറിച്ച് ഒരു ഷോർട്ട് നോട്ടാണ്, ക്വിക്ക് റിവിഷനാണ്. ഇത് പല പ്രാവശ്യം റിവൈസ് ചെയ്യണം കേട്ടോ. ചെറിയ നോട്ടായിട്ട് നോട്ട് ചെയ്തിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കട്ടോ. താങ്ക് യു.